Watch India's largest kids library only on Jio Hotstar. Download the app now. മോട്ടു, എന്റെ ചൂണ്ടയിൽ ഒരു വലിയ മീൻ കൊത്തിയിട്ടുണ്ട്. സൂക്ഷിച്ച മോട്ടു, അല്ലെങ്കിൽ ആ മീൻ നിന്നെ കടിച്ചു തിന്നും. പിടുത്തം കിട്ടുന്നില്ലല്ലോ. ഒന്നും മിണ്ടാതിരിക്കേ. വലിയൊരു മീനാണെന്നാ തോന്നുന്നത്. എന്തായാലും ചാകര തന്നെ. രക്ഷിക്കൂ, പൊണ്ണും പന്തലും എന്നെ രക്ഷിക്ക്. നീന്ത് രക്ഷപ്പെടാ. എന്തായാലും അവനൊരു കള്ളനാണ്, കൊലപാതകിയാണ്, പോക്കറ്റ് അടിക്കാരനാണ്. പക്ഷെ ഇങ്ങനെ കുറ്റം പറയുന്നതല്ലല്ലോ ഫുർഫുറി നഗരത്തിന്റെ നാഗരികത. അവനെ ഒരു സ്രാവ് വിഴുങ്ങുന്നത് നോക്കി നിൽക്കേണ്ടി വന്നില്ലേ? വളരെ വിഷമമുള്ള കാര്യം, ആ സ്രാവ് നമ്മുടെയൊക്കെ മുമ്പിൽ വെച്ച് അവനെ കഴിച്ചത്. എന്നിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്റെ അമ്മോ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജോൺ ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല എന്നുള്ള കാര്യം. ഇത് കേട്ടിട്ട് എനിക്ക് വളരെ അത്ഭുതം തോന്നുവോ. സത്യം പറഞ്ഞ എനിക്ക് അവന് ഇഷ്ടമല്ല. എന്നാലും അവൻ പോയെന്ന് കേട്ടപ്പോ മനസ്സിനകത്ത് എന്തോ ഒരു വിഷമം പോലെ. അതെ അതെ അതെ, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഷാർക്കിന്റെ മോന്തക്കിട്ട് ഒരു കുത്തു കൊടുത്ത് ജോണിനെ രക്ഷപ്പെടുത്തിയേനെ. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്? ജോൺ അങ്ങനെ അങ്ങ് പോകുമെന്ന്? ഇല്ല, നിനക്കിട്ടൊക്കെ പണി തരാതെ ഈ ജോൺ ഇവിടുന്ന് പോവില്ലടാ. ഞാനിപ്പോ ഒരു ഭൂതമായി മാറി ഇവിടെ തിരിച്ചെത്തിരിക്കുകയാണ്. എടാ ചായക്കടക്കാരാ, ആ സമൂസ എടുക്ക്. സമൂസ എടുക്കണോ? ഭൂതം സമോസ തിന്നുവോ? കഴിക്കുമോ? ഭൂതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം സമൂസയാ. നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം, അതായത് സ്വർണം, വെള്ളി, കാശ് എല്ലാം എനിക്ക് സമർപ്പിക്കുക. അല്ലെങ്കിൽ ഞാൻ പ്രളയം ഉണ്ടാക്കും. അല്ല, പ്രളയം ഉണ്ടാക്കും, സുനാമി ഉണ്ടാക്കും, അല്ല വലിയ തിമിംഗലത്തിനെ ഉണ്ടാക്കും. ഹലോ ചിക്കൻ സാർ. ഹലോ ഹലോ ചിക്കൻ സാറേ, ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും കട്ടോണ്ട് പോയി. സാറേ, പെട്ടെന്ന് വന്ന് ആക്ഷൻ എടുക്കേ. കള്ളം വന്ന് എല്ലാം കൊണ്ടുപോയി. ഒന്ന് വേഗം വായോ സാറേ. ഹലോ ഹലോ. എന്റെ അമ്മോ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ജോൺ കൊള്ളയടിക്കാൻ വേണ്ടിട്ടാണോ ഭൂതമായി മാറി ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? എന്റെ അമ്മോ. മോട്ടു, ഇത് ഭൂതവും പ്രേതവും ഒന്നും അല്ല. ഇതിലെന്തോ ഒരു പ്രശ്നം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്റെ അമ്മോ, എന്തോന്ന് കുഴപ്പം. താൻ ഭൂതത്തിനെ കണ്ടു, ദാ മോട്ടും കണ്ടു, പിന്നെ ഞാനും
ഞാനും കണ്ടു. ഭൂതം 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 ഭൂതം. അതേ പത്തലു, നമ്മുടെ മുൻപിൽ വെച്ചല്ലേ ജോൺ ആ സ്രാവ് കഴിച്ചത്. അപ്പൊ പിന്നെ ആ സ്രാവിന്റെ വയറ്റിൽ നിന്ന് അവൻ ജീവനോടെ പുറത്തു വരില്ല. അപ്പൊ പിന്നെ ആ ജോൺ തീർച്ചയായിട്ടും ഭൂതമായിട്ട് തന്നെ വന്നതാണ്. ആ മോട്ടു, നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാണ്. ഭൂതത്തിന് ഭൂതത്തെ കടിക്കാൻ കഴിയില്ല. നീ ഇപ്പൊ തിമിംഗലത്തിന്റെ വയറ്റിൽ പോയി ഭൂതമായി മാറ്. കൊള്ളാം പത്തലു, കൊള്ളാം. നിന്നെ പോലെ ഒരു കൂട്ടുകാരനുണ്ടെങ്കിലേ ശത്രുക്കളുടെ യാതൊരു ശല്യം ഉണ്ടാവില്ല. ഇത്രയും കാലം ഞാൻ നിന്നെ വലിയൊരു സംഭവമായിട്ടാ കരുതിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് നീ വെറും ഒരു മണ്ടനാണെന്ന്. എന്റെ മോട്ടു, പ്ലാൻ ഒന്ന് കേൾക്ക്. മോട്ടു അവിടെ നിൽക്ക്, കേൾക്ക്, പറയുന്നൊന്ന് കേക്ക് മോട്ടു. ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്ന പ്ലാൻ ഒന്ന് കേൾക്ക്, എന്നിട്ട് നീ തീരുമാനിക്ക വേണോ വേണ്ടെന്ന്. എനിക്കൊന്നും ചെയ്യാൻ വേണ്ട, കേൾക്കാൻ വേണ്ട. മോട്ടു, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിന്നെ കഴിക്കാൻ പോകുന്ന ഷാർക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അതിനുശേഷം നീയും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഭൂതമായി മാറും. അത് വെച്ച് നമുക്ക് ജോണിന് പണി കൊടുക്കാം. മോട്ടുവിനെ ഷാർക്ക് വിഴുങ്ങി, മോട്ടുവിനെ ഷാർക്ക് വിഴുങ്ങി, നദിയിൽ വെച്ച് മോട്ടുവിനെ ഷാർക്ക് വിഴുങ്ങി. എന്താ ഈ പറയുന്നേ? ഈ നദിയിൽ എങ്ങനെ ഷാർക്ക് വരാനാ? ആദ്യം ജോണിനെ തിന്നു, പിന്നെ ഇതാ മോട്ടുവിനെയും വിഴുങ്ങി. ഇത് എന്താ ഈ സംഭവിക്കുന്നേ? വേറൊരു ഭൂതം കൂടിയോ? ഭൂതം ഭൂതം. അതെ ചായക്കട ചേട്ടാ, ഞാനിപ്പോൾ ഭൂതമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ സ്രാവെന്നെ കഴിച്ചത് കൊണ്ട് ഞാൻ ഭൂതമായി മാറിയിരിക്കുകയാണ്. ഭൂതമായിട്ട് മാറി ജനങ്ങളെ പറ്റിക്കുന്ന എല്ലാ ഭൂതങ്ങളെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അല്ല, നീ എന്താ ഈ പറയുന്നത്? എന്ത് വിഡിത്തമായി പറയുന്നേ? ഭൂതമായതിനു ശേഷം നീ എന്നെ തല്ലാൻ പോവാണോ? അതെ അതെ, നീ ഭൂതമായിട്ട് മാറി കളവ് കാണിക്കുമ്പോൾ എനിക്കൊരു ഭൂതമായിട്ട് മാറി നിന്നെ ശിക്ഷിച്ചുകൂടെ? പറ ജോണേ. ഇല്ല, അങ്ങനെയൊന്നും നടക്കാൻ ഒരു ചാൻസും ഇല്ല. നീ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഭൂതമാണ്, ഞാൻ ഒറിജിനലും. സംസാരിച്ച് വെറുതെ സമയം കളയല്ലേ ജോണേ. ഞാൻ നിന്നെ ശിക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. എന്നെ എന്റെ ജോലി ചെയ്യാൻ അനുവദിക്കൂ. ഇല്ല. കണ്ടില്ലേ, ഇവൻ ഡ്യൂപ്ലിക്കേറ്റ് ഭൂതമാ. അടി മേടിച്ചു. നോക്ക്, ഞാൻ ഒറിജിനൽ ഭൂതം ഈ ജോണാണ്. നോക്ക്. എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ അടുത്തോട്ട് വാടാ. വരാൻ. ഞാൻ എന്റെ ഈ കൈയിന്റെ പവർ എന്താണെന്ന് കാണിച്ചു തരാം നിനക്ക്. വരാൻ. വേണ്ട, ഞാനൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് പോട്ടു. നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ എന്റെ വീട്ടിലേക്ക്. നീയും ഭൂതം, ഞാനും ഭൂതം. പിന്നെ നമ്മൾ എന്തിനാ ഒരു വഴക്ക്? ജോണേ, ഇത് ഭൂതത്തെ ഇടുന്ന ജയിലാണ്. നിങ്ങൾ ആരാണ് ഒറിജിനലും ആരാണ് ഡ്യൂപ്ലിക്കേറ്റ് വന്ന് ഇപ്പൊ ഷാർക്ക് തന്നെ പറയും. നോക്കിക്കോ, വെറും 2 മിനിറ്റ് മതി. അതേന്നേ. ഇനി ഇത് എന്ത് ഭണ്ഡാരമാണാവോ? യഥാർത്ഥ ഭൂതത്തിന് മാത്രം ഇവനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. ഇനി ഭൂതം ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഷാർക്ക് പിടിച്ച് തിന്നുകയും ചെയ്യും. ആരാണ് ഒറിജിനൽ ആരാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് നമുക്കിപ്പൊ തന്നെ തീരുമാനിക്കാം. ഷാർക്ക്, പണി തുടങ്ങിക്കോളൂ. വേണ്ട, ഞാൻ ആദ്യം പോകുന്ന പരിപാടിയില്ല. ആദ്യം മോട്ട് പോയിക്കോളൂ. എങ്കിൽ ശരി, ആദ്യം ഞാൻ തന്നെ പോയേക്കാം. മോട്ട് അകത്ത് പോയി കഴിഞ്ഞാ പിന്നെ പുറത്തു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എനിക്ക് നൈസ് എസ്കേപ്പ് ആവാം. ജോണിന്റെ ഭൂതം അകത്ത് പോകോ? രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. ഈ സ്രാവിന്റെ അടുത്ത് ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ. ഭൂതത്തിന് ശരീരമില്ല, ഒരു വണ്ണം കിട്ടിയില്ല. നീ എന്തോന്ന് സ്രാവ? എല്ലും മുടിയും പല്ലും ഒന്നും കാണത്തില്ല. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്ടേക്ക്. പെട്ടു.
എന്നെ വിട്ടേക്ക എന്നെ വിട്ടേക്ക ഇത് എന്താ പരിപാടി പുതിയ ജയിലാണത്. ഇതെന്താ എന്തായി കാണുന്നേ? അവനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഭൂതമാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഷാർക്കിന്റെ വയറിനകത്തേക്ക് അവൻ പോയതാണ്, അല്ലാതെ ഷാർക്ക് അവനെ കഴിച്ചതൊന്നല്ല. എന്നിട്ട് ഭൂതമാണെന്ന് പറഞ്ഞ് എല്ലാം മോഷ്ടിച്ചതാണ്. എന്റെ നടു. അത് ശരി, ഇതൊക്കെ ജോണിന്റെ അഭ്യാസമായിരുന്നല്ലേ? നിക്കടാ അവിടെ. എടാ നിക്കാൻ. ചിങ്ക സാറെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്ക, അല്ലെങ്കിൽ ഈ സ്രാവനെ കടിച്ചു തിന്നും, അല്ലെങ്കിൽ യവന്മാരെല്ലാം കൂടെ എന്നെ അടിച്ച് ഭൂതമാക്കി മാറ്റും. എന്റെ പൊന്ന് ചിങ്കം സാറേ ഒന്ന് ഇടപെട് പ്ലീസ്. Watch India's largest kids library only on Geo Hotstar. Download the app now.